ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്ന ഏട്ടനെ നീ വീണ്ടും ഇതുപോലെയല്ലടാ തള്ളിയിട്ടത്. എങ്ങനെയാണ് കണ്ണൻ സാറിന് ശ്വാസം കിട്ടാതായതെന്ന് നീ പറയണം. അതിനു മുമ്പ് ലോപ്പസിനൊപ്പം പോയ കണ്ണൻ സാറിന് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് ഞാനിങ്ങ് വരും. സാറിന് പ്രതീക്ഷിക്കാത്തതായി എന്തെങ്കിലും സംഭവിച്ച ഈ രാത്രി നിന്റെ അവസാന രാത്രിയായിരിക്കും നീ കൂട്ടിക്കോ. മാക്കോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണ് കണ്ണന്റെ ശ്വാസം മുട്ടലുണ്ടായെന്ന് എനിക്ക് അറിയില്ല. നിനക്കറിയാം എല്ലാം. അത് നീ പറഞ്ഞേ പറ്റൂ. കണ്ടല്ലോടാ നിന്റെ ഏട്ടൻ നടക്കുന്നത്. അങ്ങനെ കണ്ണൻ സാറ് നടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. ഇനി അതറിയാൻ നീ ഉൾപ്പെടെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ അറിയാനുള്ളവരൊക്കെ അറിഞ്ഞതുകൊണ്ട് കണ്ണൻ സാർ ആരോഗ്യത്തോടെ തിരിച്ചു വന്ന അദ്ദേഹത്തിന് എല്ലാവരുടെ മുന്നിലൂടെ ധൈര്യമായിട്ട് നടക്കാം. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഈ വീൽ ചെയറിന്റെ സഹായം തേടുന്നതെന്ന് പലതവണ ഞാൻ കണ്ണൻ സാറിനോട് ചോദിച്ചതാ. അപ്പോഴാ സാറ് പറഞ്ഞത്, കണ്ണൻ സാറ് നടക്കുന്നത് മരിക്കുന്നതിന് തുല്യമാണ് നിനക്ക് നിന്റെ ഭാര്യയ്ക്കൊന്ന്. നിന്റെ അമ്മ മാറിയെന്നൊക്കെയാ പറയുന്നത്. എന്നിട്ട് നീ മാറിയില്ല. അച്ഛനെ കൊന്ന കൊലയാളിയുടെ മകളെ നീ കൂട്ടിക്കൊണ്ടുവന്നു. അവളോട് നീ ക്ഷമിച്ചു. എന്നിട്ടും നിന്നെയും നിന്റെ കുടുംബത്തെയും ഇത്രയും കാലം തീറ്റിപ്പോറ്റിയ നിന്റെ ചേട്ടനെ നീ തിരിച്ചറിഞ്ഞില്ല. അതിനെന്തായാലും നിനക്കുള്ളത് ഞാൻ തരും. അതിനു മുമ്പ് എനിക്കെന്റെ ജീവനായ കണ്ണൻ സാറിന് എന്തെങ്കിലും പറ്റിയോന്ന് എനിക്കറിയണം. അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. മഹാലക്ഷ്മിക്കും കണ്ണൻ സാറിനും അവരുടെ കുഞ്ഞിനും ദൈവത്തിന്റെ ഒരു കരുതലുണ്ട്, സംരക്ഷണമുണ്ട്. ഇത്രയും നാളത്തെ അനുഭവം അതുതന്നെയാ തെളിയിക്കുന്നത്. എങ്കിലും ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് നിന്നെ ഇവിടെ ഒരു കസേരയിൽ ഞാൻ കെട്ടിയിട്ടോളാം. അയ്യോ, നീ നിലവിളിക്കാതിരിക്കാൻ നിന്റെ വാക്കകത്ത് ഞാൻ തുണിയും കുത്തിക്കയറ്റിക്കോളാം. മാർക്കോ, രണ്ടാനമ്മയുടെ മക്കളാണ് നീയും കണ്ണൻ സാറുമെങ്കിലും അച്ഛൻ ഒന്നാടാ എന്ന് പറഞ്ഞ നീയും ആ പാവപ്പെട്ട മനുഷ്യന് തമ്മിൽ രക്തബന്ധമുണ്ട്. എന്നിട്ടും സ്വന്തം കൂടപ്പറപ്പിനെയാ നീ പലതവണ കൊല്ലാൻ നോക്കിയത്. സാറിന്റെ സ്വന്തം അനിയൻ സാറിന്റെ തലയെടുക്കാൻ വേണ്ടി നടക്കുമ്പോ എന്നെ അദ്ദേഹം സ്വന്തം കൂടപ്പറപ്പായടാ കണ്ടത്. ആരോരുമില്ലാത്ത എനിക്ക് കണ്ണൻ സാറിന്റെ സ്വന്തം ഏട്ടനാ. മഹാലക്ഷ്മി എന്റെ സ്വന്തം പെങ്ങളാ. അങ്ങനെയുള്ളപ്പോ അവർക്കെന്തെങ്കിലും ആപത്തുണ്ടായ അതിന് കാരണക്കാരായവരെ ചുടുചോറ് തീറ്റിക്കും ഞാൻ. ചുടുകാട്ടി കൊണ്ടുപോയി കത്തിച്ചു കളയും ഞാൻ. ഇന്ന് നിന്റെ ഭാവി തീരുമാനിക്കുന്നത് നിന്റെ ഏട്ടനാ. നീ മരിക്കണോ ജീവിക്കണോ എന്നും തീരുമാനിക്കുന്നത് കണ്ണൻ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചായിരിക്കും. നീ കരുതിയിരുന്നോടാ. നിന്റെ ഏട്ടൻ മരിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇന്ന് പ്രാർത്ഥിച്ചത്. അതേ നാവ് കൊണ്ടും മനസ്സുകൊണ്ടും നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്ക്. നിന്റെ ഏട്ടൻ മരിക്കരുതെന്ന്. നീ ആയുസോടെ ഇരിക്കാൻ അതല്ലാതെ മറ്റു മാർഗമില്ലടാ. ഓളം വെക്കരുത് മാർക്കോ, പ്ലീസ്. ബലം പിടിക്കരുത്. ബലം പിടിച്ച് നിന്റെ കൈ കെട്ടുകയല്ല, നിന്റെ രണ്ട് കൈ ഞാൻ കണ്ടിച്ചു കളയും. മര്യാദ മാർക്കോ, പ്ലീസ്, ഞാൻ പറയുന്നത്. മിണ്ടാതിരിക്കടാ അവിടെ. പോടാ.